അല്ല വാന്ന് പറഞ്ഞു കൊടുത്ത് ബാലുശ്ശേരിനെ കൊണ്ടുപോവാ. ദജ്ജാലൂന കദ്ദാബൂൻ ശഫീഉനാ റസൂലുള്ളാഹി. ഇത്രയേറെ ഈ സമുദായത്തെ വഞ്ചിച്ചവർ വേറെ ആരാളുള്ളത്? ഇയാൾ ഈ അടുത്ത് നടത്തിയ പ്രസംഗം നോക്ക്. പ്രസംഗിച്ചിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ച് സുന്നികൾ ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് മരണസമയത്ത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, എന്ത് പറഞ്ഞാ മതി, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മതി എന്നുവരെ സുന്നികൾ പഠിപ്പിക്കുന്നു എന്ന് പാവം മുജാഹിദുകൾ പഠിപ്പിക്കുകയാണ്. പച്ചതുണ. നമ്മളാരും അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മുടെ ബാംഗ്ലൂർ മുഖാമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗവും ഇട്ടിട്ട് ഇയാൾ പറയുന്നു ഇത് പൊട്ടിക്കരയേണ്ട സംഗതിയാണ്. ഞാൻ പറയുന്നത് ലോക മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബാക്കി ഞാൻ അതിന്റെ ശേഷമുള്ളതൊക്കെ ഞാൻ കേൾപ്പിക്കും. ആദ്യം നിങ്ങളിതൊന്ന് കേട്ടു. ഈ അടവ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അഹ്സനിമാര് പല ആളുകളും അവർ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താണ്? ഇപ്പൊ നൗഷാദ് അഹ്സനി ഇന്ന് കേരളത്തിൽ സുന്നി വിഭാഗത്തിൽ AP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലങ്ങളിൽ വന്ന് പ്രസംഗിക്കുന്നൊരു വ്യക്തി. ഈ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹം എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? ജനങ്ങളത് അറിയണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മരണവേള, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെയും മരണവേള. ആ മരണവേളയിൽ നമ്മളൊക്കെ സാധാരണ എന്താ വിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞത്? ഒരു മനുഷ്യന്റെ അവസാനത്തെ കലാം ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദീസ് അങ്ങനല്ല കേട്ടോ, സാധു കേടുന്നോ കേട്ടതാ. ആഖിറു കലാമീന്ന്, കലാമീ എന്ന് പറഞ്ഞാൽ എന്റെ കലാമെന്ന അതിന്റെ അർത്ഥം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതാ മൂപ്പരി പറഞ്ഞോണ്ട് പറഞ്ഞോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന അല്ലേ? ആലോചിച്ചു നോക്ക്. പക്ഷേ ഇവര് അടുത്ത ദിവസം അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ ഒരു മുഖാമുഖം നടന്നു. അഹ്സനിയാണ് അതിന് മറുപടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കരഞ്ഞു പോവും, ബേജാറായി പോവും. ഈ അഹ്സനി പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. മുസ്ലിമീങ്ങളെ എന്തിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ചോദ്യവും അതിനുള്ള മറുപടിയും ഞാൻ ആദ്യം വിശദീകരിക്കുക. നിങ്ങളെ കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ശൈഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. പൊട്ടിക്കരയാവേണ്ടത് മുസ്ലിം സമുദായത്തിന് ഈ ജാതി പുരോഹിതന്മാർ ചെയ്യുന്ന പണി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം. ലോകത്ത് നിങ്ങൾക്കറിയാലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റി. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റിയിൽ നബി ജീവിച്ചിരിക്കെ തന്നെ ഒരുപാട് ആളുകൾ മരിച്ചു. ഒരുപാട് ആളുകൾ, ഒരുപാട് വലിയ സഹാബിമാർ. നബിയുടെ ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, അവരാരെങ്കിലും റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലോ ഹദീസുകളിലോ ആയത്തുകളിലോ ഒരാൾ മരിക്കാൻ നേരം മൊയ്തീൻ ശൈഖേ മൊയ്തീൻ ശൈഖേ മൊയ്തീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മരിച്ചാൽ അത് ഇസ്ലാമിന്റെ വിളിയാവോ? അത് ഇസ്ലാമാവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവര് പഠിച്ച ദീൻ ഏതാണ്? ഏതെങ്കിലും ഒരു സഹാബി മരിക്കാൻ കിടക്കുമ്പോ അള്ളാന്റെ റസൂലേ അള്ളാന്റെ റസൂലേ അള്ളാന്റെ റസൂലേ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞ് മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയേക്കാൾ
മുഹമ്മദ് നബിയേക്കാൾ, അമ്പിയാക്കളെക്കാൾ, ഔലിയാക്കളെക്കാൾ ഇവർക്ക് മൊയ്തീൻ ശൈഖ് എന്തുകൊണ്ട് വലുതായി എന്നൊരു പോയിന്റും കൂടി നിങ്ങൾ ഇതിൽ ചിന്തിക്കണം. എന്തിനായി പൊട്ടിക്കരഞ്ഞെന്നറിയും? നിങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടതാ പറയണമെന്നല്ലേ നമ്മൾ പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചത് തടസ്സമാവുകയില്ല, അതല്ലേ നമ്മൾ പറഞ്ഞു? ഇയാൾക്ക് മനസ്സിലായത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, ശൈഖ് ജീലാനിയെ വിളിച്ചാൽ മതി. ഇത് ഏത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതാ? അത് അതിന്റെ ശേഷം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളത് കൂടി കേട്ടോ. അയാൾ അവിടെ കട്ട് ചെയ്തല്ലോ, കുറച്ചുകൂടി കേട്ടെങ്കിൽ വിഷയം വളരെ വ്യക്തമാവും. ഞാൻ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. അയാളുടെ ഒരു അനുഭവം പറയുന്നു. വിഷയം കൃത്യമാവും. അതുകൂടി ഒന്ന് കേൾപ്പിച്ചു. ബാംഗ്ലൂർ മുഖാമുഖത്തിൽ ഈ ചോദ്യവും ഉത്തരവും കഴിഞ്ഞ ഉടനെ ഉണ്ടായ സംഭവം കൂടി കേട്ടോ. അപ്പൊ കാര്യം വ്യക്തമാകും. ഇവരെങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വെച്ചു കൊടുക്കും. ഞാൻ പറയുന്നു, മുഹയ്യദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹയ്യദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹയ്യദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹയ്യദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വറയലും വന്ന് ഏകദേശം സക്രാത്തിന്റെ സമയത്ത് ബദരീങ്ങളേന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളേന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളേന്ന് വിളിച്ചങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ അമ്മ മരിച്ചു. ഇതിന്റെ വിധി എന്താണെന്ന് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിനൊരു അനുഭവം വിവരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, ബദരീങ്ങളെ വിളിച്ചാൽ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ. കണ്ടോ നിങ്ങൾ എത്ര വ്യക്തമായി കാര്യം? അനുഭവം പിന്നെ പിൻവലിക്കാൻ പറ്റും. അങ്ങനെയുണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബദരീങ്ങളെ വിളിച്ചപ്പോൾ ആള് കാഫിറായിട്ടില്ല. കാഫിറായ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുക. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടന്നു വന്നല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ വളരെ കൃത്യമാണ് കാര്യം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ വിഷയം മനസ്സിലാക്കി.